രാമായണ പൊരുളും നന്മയും പകരുന്ന രാമായണ മാസത്തിലെ നാലമ്പല ദർശനത്തിന് ഇന്ന് തുടക്കം. കർക്കടക മാസത്തിലെ നാലമ്പല ദർശന പുണ്യം തേടി ഭക്തർ ദർശനത്തിന് തുടക്കമിടുന്ന തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിലും വൻ തിരക്കാണ്. തൃപ്രയാറിൽ ശ്രീരാമ ഭഗവാനെ ദർശിച്ച് പുണ്യവഴികളിലാണ് ഭക്തർ. അവിടെ നിന്നുള്ള വിശേഷങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു. ശ്രീരാമ ദർശന പുണ്യത്തിൻ്റെ നാളുകളാണ് ഇനിയുള്ളത്. കർക്കിടക മാസത്തിൽ നാലമ്പല ദർശനം ഏറ്റവും പ്രധാനമാണ്. ഭക്തരെ സംബന്ധിച്ചിടത്തോളം ശ്രീരാമ മഹത്വങ്ങൾ മനസ്സുകളിലേക്ക് നിറഞ്ഞുകൊണ്ടുള്ള ഒരു നാളുകളിലൂടെ തന്നെ കടന്നു പോകുന്നു നാലമ്പലം. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്ന തൃപ്രയാർ ശ്രീരാമ ക്ഷേത്രമാണ്. ഇതിൽ ഏറ്റവും പ്രധാനം തൃപ്രയാർ ശ്രീരാമ ക്ഷേത്രം, ഒപ്പം തന്നെ മൂഴിക്കുളം ലക്ഷ്മണ ക്ഷേത്രം, ഭരത ക്ഷേത്രം, എല്ലാ ക്ഷേത്രങ്ങളിലും നിരവധി ഭക്തരാണ് 4 അമ്പലങ്ങളിലും ദർശനം നടത്തുന്നതിനായി എത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ തൃപ്രയാർ ക്ഷേത്രത്തിൻ്റെ മാനേജറായിട്ടുള്ള മനോജ്, അദ്ദേഹം നമ്മളോടൊപ്പമുണ്ട്. ഈ ഒരു ക്ഷേത്ര ദർശനത്തിന് ഇവിടെ തുടക്കമിടുന്നത് തൃപ്രയാറാണ്. അവിടെ നിന്നാണ് പിന്നീട് ഭരതക്ഷേത്രത്തിലും ശത്രുഘ്ന ക്ഷേത്രത്തിലും ലക്ഷ്മണ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ക്രമവും കാര്യങ്ങളെല്ലാം? നാലമ്പല ദർശനത്തിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ദക്ഷിണേന്ത്യയിൽ തന്നെ നാലമ്പല പാത, ആദ്യത്തെ രാമായണ തത്വത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള നാലമ്പല പാത തൃപ്രയാർ കേന്ദ്രീകരിച്ചിട്ടാണ്. തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിൽ തൊഴുത്, പിന്നെ ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ഭരത സ്വാമിയെ തൊഴുത്, അത് കഴിഞ്ഞ് മൂഴിക്കുളം ലക്ഷ്മണ പെരുമാളെ തൊഴുത്, പായമൽ ശത്രുഘ്ന ക്ഷേത്രത്തിലും തൊഴുത് തിരിച്ച് തൃപ്രയാർ വരുന്നതായിരുന്നു രീതി. ഇപ്പോൾ ചിലരെങ്കിലും ഒരുപക്ഷെ അവരുടെ യാത്രാ സൗകര്യം അനുസരിച്ച് തെക്ക് ഭാഗത്തുള്ളവർ അതങ്ങനെ തൊഴുത് പോകാറുണ്ട്. എങ്ങനെയാണ് വളരെ നേരത്തെ തന്നെ ഇതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഒരുപാട് എല്ലാ തവണയും അല്ലേ? തീർച്ചയായും ഭക്തജനങ്ങൾക്ക് 10,000-കണക്കിന് ഭക്തജനങ്ങളാണ് ഓരോ ദിവസവും ഇവിടെ ഈ നാലമ്പല ദർശനത്തിനായിട്ട് ഈ മാസം വരുന്നത്. ഞങ്ങളൊരു 1.5 മാസം മുൻപ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ ആരംഭിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ ചേർന്ന ഒരു അവലോകന യോഗത്തിന് ശേഷം കഴിഞ്ഞ വർഷത്തെ ആ ഒരു വിലയിരുത്തലും അതിനുശേഷം ഈ വർഷം വരുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ട എന്തൊക്കെ നടപടികൾ എടുക്കണമെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മറ്റ് വിവിധ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളും സന്നദ്ധ സംഘടനകളുമെല്ലാം ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് അന്നെടുത്ത തീരുമാനപ്രകാരം ഒരുക്കിയ സൗകര്യങ്ങളാണ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നത്. തീർച്ചയായും ഈ അമ്പലത്തിൽ വരുന്ന ഏതൊരു ഭക്തനും മഴ നനയാതെ ഈ ക്ഷേത്ര പരിസരത്തേക്ക് വന്ന് മഴ നനയാതെ ക്യൂവിലൂടെ വന്ന് തൊഴുത് മഴ നനയാതെ തന്നെ തിരിച്ചു പോകാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഭക്തർ വർദ്ധിച്ചു വരുമല്ലോ ഓരോ തവണയും അല്ലേ? ഈ ഒരു നാലമ്പല ദർശനത്തിനുള്ള എണ്ണം കൂടി എണ്ണം കൂടി വരികയാണ്. പിന്നെ ഇവിടെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിലും ദേവസ്വം മേനയുടെ നേതൃത്വത്തിലും എല്ലാ ഒരുക്കങ്ങളും എല്ലാ വർഷത്തിലും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നിരവധി ഭക്തരാണ് ഇപ്പോൾ തന്നെ ഇവിടെ എത്തിയത്. താങ്ക് യു. നിരവധി ഭക്തരാണ് പുലർച്ചെ മുതൽ തന്നെ ക്ഷേത്ര ദർശനത്തിനായി ഇവിടെ എത്തിയിട്ടുള്ളത്. 4 അമ്പലങ്ങളിലും ഇത്തരത്തിൽ തന്നെയാണ് തിരക്ക്. വളരെ നട തുറന്നപ്പോൾ തന്നെ ഭക്തർ ഒഴുകിയെത്തുകയായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ആ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ആളുകളെ സംബന്ധിച്ചിടത്തോളം. അത്തരത്തിൽ ഈ ഒരു നാലമ്പല ദർശനം, ആ ഒരു പുണ്യം നേടുക എന്നത്, ആ പുണ്യത്തിൻ്റെ ഭാഗമായി മാറുക എന്നത് തന്നെയാണ് ഓരോ ആളുകളും മനസ്സുകളിൽ കരുതുന്നത് എന്നത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനം. ഒരു പുണ്യ ദിനത്തിലൂടെ അല്ലേ കടന്നു പോകുന്നത്? എല്ലാ തവണയും വരാറുണ്ടോ? പറഞ്ഞോളൂ. ഈ ഒരു നാലമ്പല ദർശനം ഞങ്ങളെല്ലാവരും വരാറുണ്ട്. പുണ്യ നിമിഷം. അതെ, മനസ്സിന് ഭയങ്കര ഒരു നാലമ്പലവും ദർശിച്ചിട്ട് തന്നെയല്ലേ മടങ്ങാറ്? അതെ. തിരിച്ച് വീണ്ടും ഇങ്ങോട്ടേക്ക് വരണം. ഞാൻ ആദ്യമായിട്ട് വരുവാണ്. നാലമ്പലങ്ങളും ദർശിച്ച് ശ്രീരാമ കഥകളും എല്ലാം കേൾക്കാറുണ്ടോ? അറിയോ? കുറച്ചൊക്കെ അറിയാം. ഇവിടെ വന്നപ്പോ എന്താ ഒരു സന്തോഷം മനസ്സിന് തോന്നുന്നത്? സന്തോഷമൊക്കെ ഉണ്ട്. ഒരു പുണ്യം നേടാനുള്ള ഇതല്ലേ? എങ്ങനെയാ ഈ ഒരു സമയത്തെ കാണുന്നത്? എല്ലാ കൊല്ലം മിക്കതും വരാറുണ്ട്. കുഴപ്പമില്ല, സുഖമാണ്. പിന്നെ നല്ലൊരു പുണ്യസ്ഥലം ഇതല്ലേ, രാമായണ മാസം എന്ന് പറഞ്ഞാൽ നല്ലൊരു ഇതല്ലേ. അതെ.
രാമായണ പുണ്യം നുകരുക, രാമശീലുകൾ നിറഞ്ഞ ആ ഒരു കർക്കിടക മാസത്തിൽ പ്രാർത്ഥനാ നിർഭരമായി നാലമ്പല ദർശനങ്ങൾ നടത്തുക എന്നത് തന്നെയാണ് അതിലേറ്റവും പ്രധാനമാണ്. ഇവിടെ തൃപ്രയാർ ക്ഷേത്രം എന്ന് പറയുന്നത്. മറ്റു ക്ഷേത്രങ്ങളിലും എല്ലാം തന്നെ നിരവധി ഭക്തരാണ് ഇത്തരത്തിൽ എത്തി കടന്നു പോവുകയും ചെയ്യുന്നത്. ഈ അവരുടെ എല്ലാ മനസ്സുകളിൽ രാമമന്ത്രങ്ങളാണ് ഇതുമായി നിറഞ്ഞിരിക്കുന്നത്. അത്തരത്തിൽ വിശ്വാസത്തിൻ്റെ നന്മയുടെ എല്ലാം തന്നെ ഒരു ഭാഗമായി മാറിക്കൊണ്ട് തന്നെ വിശ്വാസികൾ കടന്നു പോകുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു തിരക്ക് ഈ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ, നാലമ്പലങ്ങളിലെല്ലാം തന്നെ അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട്.